കേരളവും കേന്ദ്രവും തമ്മിലുള്ള കടമെടുപ്പ് തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ. കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയുമെന്ന് നാളെ തന്നെ കോടതിയിൽ അറിയിക്കണമെന്നാണ് കേന്ദ്രത്തോടായി സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. മാത്രമല്ല, സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാനും സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. പ്രധാനമായും കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയുമെന്ന് നാളെ തന്നെ അറിയിക്കാനാണ് കോടതി കേന്ദ്രത്തോടായി ആവശ്യപ്പെട്ടത്. അതേസമയം പ്രഖ്യാപിച്ച 13,600 കോടി രൂപ സഹായത്തിൽ 8,000 കോടി രൂപ ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് നൽകിയതായി കേന്ദ്രം അറിയിക്കുന്നു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കടമെടുപ്പ് പരിധിയിൽ ഇളവ് അനുവദിച്ചു കൂടെയെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോടായി ചോദിച്ചതാണ് ഏറെ നിർണായകമായ കാര്യം. എന്നാൽ കേരളം ചോദിച്ചത് ബെയിൽ ഔട്ട് ആണെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ നൽകിയ മറുപടിയിലുണ്ട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് കൂടി കോടതി ചോദിക്കുന്നു. ഇപ്പോൾ നൽകുന്ന തുക അടുത്ത വർഷത്തെ സംഖ്യയിൽ ഉൾപ്പെടുത്താമെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. ഏപ്രിൽ 1-ന് 5,000 കോടി അനുവദിക്കാമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. കഴിവതും ഒറ്റത്തവണ പാക്കേജായി പരിഗണിക്കണമെന്നും തീരുമാനം ബുധനാഴ്ച രാവിലെ 10:30 മുൻപായി അറിയിക്കണമെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. കേന്ദ്രവുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതായി കേരളത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. 19,531 കോടി ചോദിച്ചപ്പോൾ നൽകാനാവില്ല എന്നുള്ള സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചതെന്ന് കൂടി കേരളം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വെങ്കിട്ടരാമൻ അറിയിച്ചു. പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ച 13,608 കോടി രൂപ റിലീസ് ചെയ്യുന്നതിന്റെ ഘട്ടത്തിലാണെന്നും കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് കുറച്ചുകൂടി വിശാലമായി ഈ വിഷയത്തെ കണ്ടുകൂടെയെന്ന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ചോദ്യം. 32,432 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക എന്നതാണ് ഇക്കാര്യത്തിൽ കേന്ദ്രം സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ഇതിൽ 34,230 കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു. ഏതാണ്ട് പൂർണ്ണമായ തുകയും കൈപ്പറ്റിയ ശേഷമാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കുള്ള വായ്പ ഒഴിവാക്കിയുള്ളതാണ് സംസ്ഥാനം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ച കണക്കെന്നതും ശ്രദ്ധേയമാണ്. ഇതുകൂടി കൂട്ടിയാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം 40,049 കോടി രൂപയാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. കടമെടുപ്പ് പരിധി പ്രകാരമുള്ള 11,731 കോടി രൂപയ്ക്ക് പുറമെ 2,000-ഓളം കോടി രൂപ അടക്കം 13,608 കോടി രൂപയാണ് ഉടൻ സംസ്ഥാനത്തിന് നൽകുക. കോടതിയിൽ കേന്ദ്രത്തിന്റെ വാദങ്ങളെ ശക്തമായാണ് സംസ്ഥാനം ഖണ്ഡിച്ചത്. സമീപ ദിവസങ്ങളിൽ കണ്ട കാഴ്ചയും ഇത് തന്നെയായിരുന്നു. കോടതിയുടെ കണ്ടെത്തലുകൾ ഇപ്രകാരമാണ്. നിയമാനുസൃതം കേരളത്തിന് 11,731 കോടി രൂപ വായ്പയെടുക്കാം. 24,000 കോടി രൂപ വായ്പയെടുക്കാൻ അടിയന്തരമായി അനുവദിക്കണം. കേരളത്തിന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ എന്ത് സഹായം ചെയ്യാൻ കഴിയുമെന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്നതിൽ വ്യക്തത വേണം. ഇത് ആലോചിച്ച് നാളെ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തിക്കൂടെ എന്ന ചോദ്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇത്തരത്തിൽ കേരളത്തിന്റെ വാദങ്ങളെ ഒരു പരിധിവരെ ശരിവയ്ക്കുന്ന നിലപാടുകളാണ് സുപ്രീം കോടതി സ്വീകരിച്ചെന്നത് ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിന് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. കോടതിയുടെ ഈ ഒരു ചോദ്യങ്ങൾക്ക് മുകളിൽ കേന്ദ്രം എന്ത് മറുപടി നൽകും, എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കേരളത്തിന് മുന്നിൽ ഇനിയുള്ള ഏറ്റവും വലിയ ആശങ്ക.